Hello viewers, welcome back to Center Circle Design. Revit ആർക്കിടെക്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ സിമ്പിൾ ടോപ്പിക്കാണ്. അതായത് ഫ്ലോർസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഈ ഒരു പ്ലാനിൽ നമുക്കൊരു ഫ്ലോർ അപ്ലൈ ചെയ്യണം. അതിന് ഞാൻ ആദ്യം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വ്യൂ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇവിടെ ആർക്കിടെക്ചർ എന്ന സെക്ഷനിൽ കാണാം ഇവിടെ ഫ്ലോർ എന്ന ടൂള്. അതിൽ ഇവിടെ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും. അത് ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ 4 ഓപ്ഷൻ ഇവിടെ കാണാം. അതിന് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഫ്ലോർ ആർക്കിടെക്ചർ. അത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ കാണാം ബൗണ്ടറി ലൈൻ ഓപ്ഷൻ. നമുക്ക് ബൗണ്ടറി ലൈൻ വെച്ച് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് ആദ്യം നമ്മൾ വാൾസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് സെറ്റ് ചെയ്യണം. അതായത് തിക്നെസ്, മെറ്റീരിയൽ എല്ലാം സെറ്റ് ചെയ്യണം. അതിന് ഇവിടെ പ്രോപ്പർട്ടി ബാലൻസിൽ എഡിറ്റ് ടൈപ്പിൽ വന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഇതിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്ലോർ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ. ഇനി സ്ട്രക്ചറിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് വാൾസിലുള്ള പോലെ തന്നെ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് സ്ട്രക്ചർ എന്നൊരു ലെയർ ഉണ്ടാവും. നമുക്ക് വാൾസ് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും. ഓക്കെ. ഇനി നമുക്ക് ഫ്ലോറിൽ ഒരു സ്ട്രക്ചർ വേണം. പിന്നെ അതിന് മുകളിൽ ഒരു ഫിനിഷ് ലെയറും വേണം. നമുക്ക് ഇവിടെ ആകെ ഒരു ലെയറുള്ളൂ. ഇനി ഒരു ലെയർ കൂടി ഇൻസേർട്ട് ചെയ്യാം. അത് മുകളിലാക്കി കൊടുക്കുക. മുകളിലല്ല ഫിനിഷ് വരിക. അപ്പം ഇനി ഈ ഒരു ലെയർ ഫിനിഷ് എന്ന ലെയറാക്കി കൊടുക്കുക. ഇനി സ്ട്രക്ചറിൽ നമുക്ക് ടോട്ടൽ 10 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ് നമുക്ക് ഫ്ലോർ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 9 സെൻറ്റിമീറ്റർ സ്ട്രക്ചർ തിക്നെസ് കൊടുക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ ഫിനിഷ്. ഓക്കെ. ഇനി സ്ട്രക്ചറിൽ ഞാൻ മെറ്റീരിയലായിട്ട് കോൺക്രീറ്റ് അപ്ലൈ ചെയ്യണം. ഇവിടെ ഉണ്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ മെറ്റീരിയൽസ് പെയിൻ്റ് ഒക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി ഞാനിവിടെ ഫിനിഷിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഡീഫോൾട്ട് ഫ്ലോർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പിയറൻസിൽ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇനി നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. ഓക്കെ. ഇനി അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇത് ഇത്ര ചെയ്താൽ മതി. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണ്ടത് ബൗണ്ടറി ലൈൻ അപ്ലൈ ചെയ്തെടുക്കുക. അത് വരച്ചു കൊടുക്കുക. അതിന് നമുക്ക് ഇവിടെ
നമുക്ക് ഏത് ടൂള് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലൈൻ എന്ന ഓപ്ഷനാണ്. ജസ്റ്റ് ബൗണ്ടറി വരച്ച് കൊടുക്കുക. നിങ്ങൾ ബൗണ്ടറി ലൈൻ വരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലൈന് രണ്ട് ലൈൻസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങൾ വരച്ച് കൊടുക്കുന്ന ബൗണ്ടറി ലൈൻ ക്ലോസ്ഡ് ലൂപ്പായിരിക്കണം. എവിടെയും മുറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടെ കാണാം ഫിനിഷ് എഡിറ്റ് മോഡ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫിനിഷ് എഡിറ്റ് മോഡ് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് കാണാം, വുഡ് യു ലൈക്ക് വാൾസ് ദാറ്റ് വാസ് ടു അറ്റാച്ച് ടു ബോട്ടം. അത് നമുക്ക് യെസ് കൊടുക്കാം. വാൾസ് അതിക്ക് അറ്റാച്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. യെസ്. ഇത്രയാണ് ഇതിന് ചെയ്യാനുള്ളത്. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എറർ കാണിക്കും, അത് നോക്കി ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്യുക. ഇനി വേറൊരു കാര്യം, ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ വന്ന് ഫ്ലോറിൽ ഇച്ചിരി ഫ്ലോർ എടുത്തു. ഇനി ഞാൻ ഒരു റെക്റ്റാങ്കുലർ ഇനി എനിക്കൊരു സ്ലോപ്ഡ് ആയിട്ടുള്ള ഫ്ലോർ വേണം. അപ്പോൾ അതിന് ഇവിടെ ഉണ്ടാവും സ്ലോപ്പ് ആരോ എന്ന ഓപ്ഷൻ. അത് നമുക്ക് എങ്ങോട്ടാണ് സ്ലോപ്പ് വേണ്ടത് എന്ന് ഇങ്ങനൊരു ആരോ നമുക്ക് കിട്ടും. അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ കാണാം, ഇതിവിടെ ചെരിഞ്ഞ് കിടക്കുന്നൊരു ഫ്ലോറ് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു ഫ്ലോറ് നമുക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് എഡിറ്റ് ബൗണ്ടറി എന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അതായത് നമ്മൾ പ്ലിന്ത് അപ്ലൈ ചെയ്യുമ്പോൾ പ്ലിന്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ഇപ്പോൾ പ്രൊജക്ഷനൊന്നും ഇല്ലാത്ത പ്ലിന്താണ് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് പ്രൊജക്ഷനുള്ള ഒരു പ്ലിന്താണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ വാൾസ് സെലക്ട് ചെയ്തിട്ട് 45 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുത്ത് സെൻറ്ററിലൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ പ്രൊജക്ഷനല്ലേ നമുക്ക് അത് സാധാരണ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ 5 സെൻറ്റിമീറ്ററും കുറച്ച് കൂടുതലായി പോകും, പ്രൊജക്ഷൻ കുറച്ച് കൂടുതലായി പോകും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഫ്ലോർ അപ്ലൈ ചെയ്തിട്ട് തന്നെ
നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇവിടെ എഡിറ്റ് ടൈപ്പിൽ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്ക് ഫ്ലോർ തന്നെ നമുക്ക് പ്ലിന്താക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പ്ലിന്ത് എന്ന് അപ്ലൈ ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ പ്ലിന്ത് എന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ സ്ട്രക്ചർ എഡിറ്റിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രക്ചറിൻ്റെ തിക്നെസ് ഒരു 44 എന്നാക്കി കൊടുക്കുക. വെച്ചാൽ 45 സെൻറ്റിമീറ്റർ തിക്നെസ് അല്ലേ ഹൈറ്റ്. ഈ തിക്നെസ് എന്ന് പറയുന്നതിൻ്റെ ഹൈറ്റാണ് കേട്ടോ, ഫ്ലോറിൻ്റെ ഹൈറ്റ്. അതൊരു തിക്നെസ്. അപ്പോൾ ഇത് ഞാൻ 45 ആക്കി കൊടുക്കുക. ഫിനിഷ് 1 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് സ്ട്രക്ചറിൻ്റെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മേസഞ്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നേരിട്ട് നമുക്ക് ബൗണ്ടറി ലൈൻ വരച്ച് കൊടുക്കാം. ബൗണ്ടറി ലൈൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുത്ത് ചെയ്യാം. ഇവിടെ ലൈൻ സെലക്ട് ചെയ്യുക, ഇവിടെ ഓഫ്സെറ്റ് 5 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് പ്ലിന്തിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് കിട്ടും. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.